അപ്പോൾ എല്ലാവർക്കും ലീഡ്സ് കോളേജിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ സെൽസ് എന്ന പാഠഭാഗമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പാഠഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? വാട്ട് ഈസ് ബ്ലഡ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദ ബ്ലഡ്, വേർ ദ ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ്, how the heart works, what are the different types of chambers in the heart, how the blood moves through the heart, how the purification of blood occurs in the lungs. അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്, എന്തൊക്കെയാണ് ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. വെയിനും ആർട്ടറിയും കാപ്പിലറീസുമാണ് ബ്ലഡ് വെസൽസ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ സർക്കുലേഷൻ എന്താണെന്നൊന്നും പഠിച്ചില്ലേ. ഡബിൾ സർക്കുലേഷൻ എന്താണെന്നും കൂടി പഠിച്ചിട്ടാണല്ലേ നമ്മൾ ക്ലാസ് നിർത്തിയത് അല്ലേ. അപ്പോൾ 4 ക്ലാസ് കഴിഞ്ഞു, ഇത് നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലേ. അതുകൊണ്ട് പഠിച്ചതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു റീഫ്രഷിങ് ഇല്ലാതെ തന്നെ നമ്മൾ അടുത്ത പോർഷനിലേക്ക് കടന്നു പോവുകയാണ്. അടുത്തതായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു 2-3 ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ചാപ്റ്റർ തീർക്കാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ആണ്. നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോർട്ടൽ സർക്കുലേഷനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്? പോർട്ടൽ സർക്കുലേഷനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ആലോചിച്ച് നോക്കണം, നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് പോർട്ടൽ സർക്കുലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? പോർട്ടൽ സർക്കുലേഷൻ എന്ന് ആരെയും കേട്ടിട്ടുണ്ടോ? പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗൻ ടു ഓർഗൻ സർക്കുലേഷനെയാണ് എന്ത് നമ്മളെന്ത് വിളിച്ചത്? പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. അതായത് ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ, എല്ലാ സർക്കുലേഷനും എന്താ ചെയ്യില്ല, ഓർഗനിൽ നിന്നോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബോഡി പാർട്സ് നിന്നോ ബ്ലഡിനെ നേരിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ല, ഹാർട്ടിലേക്ക് കൊണ്ടുപോകില്ല. ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം എന്ത് ചെയ്യും? ഒരു ഓർഗനിൽ നിന്ന് വേറൊരു ഓർഗനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ഓർഗനിൽ നിന്ന് വേറൊരു ഓർഗനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? നമ്മൾ പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഈ പോർട്ടൽ സർക്കുലേഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ആണ് ഇത് ഓർഗൻ ടു ഓർഗൻ. ഇൻ പോർട്ടൽ സർക്കുലേഷൻ ബ്ലഡ് ഫ്ലോസ് ഫ്രം വൺ ഓർഗൻ ടു ദ അതർ ഓർഗൻ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇൻ വൺ ഓർഗൻ ഇറ്റ് ബിഗിൻസ് ആസ് കാപ്പിലറീസ് and in another organ it ends as capillaries. അതായത് ഒരു ഓർഗനിൽ നിന്ന് അതെന്തായിട്ട് മാറും? അത് ഓരോ ഓർഗനിൽ നിന്ന് കാപ്പിലറി ആയിട്ട് തുടങ്ങിയിട്ട് വേറൊരു ഓർഗനിൽ നിന്ന് ചെയ്യും, കാപ്പിലറി ആയിട്ട് അവസാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് പോർട്ടൽ സർക്കുലേഷൻ നമ്മൾ പറഞ്ഞു, ഒരു ഓർഗനിൽ നിന്ന് തുടങ്ങി വേറൊരു ഓർഗനിൽ അവസാനിക്കുന്ന സർക്കുലേഷനാണ് നമ്മൾ എന്ത് വിളിച്ചത്? പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. എ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ വിച്ച് ബിഗിൻസ് ഫ്രം an organ and ends in another organ is called as portal circulation. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, in an organ this capillaries begins and in another organ this capillaries ends. ഒരു ഓർഗനിൽ നിന്ന് കാപ്പിലറി ആയിട്ട് തുടങ്ങിയിട്ട് വേറൊരു ഓർഗനിൽ എന്ത് ചെയ്യും? കാപ്പിലറി ആയിട്ട് എൻഡ് ചെയ്യും. അതാണ് നമുക്ക് പഠിക്കാനുള്ള പോർട്ടൽ സർക്കുലേഷനെ പറ്റിയിട്ട് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം മക്കളെ, നമ്മൾ സാധാരണ സർക്കുലേഷൻ, നമ്മളെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന സാധാരണ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുക? നമുക്കെന്ത് ചെയ്യും? നമുക്കൊരു ഹാർട്ട് ഉണ്ട് അല്ലേ. ഞാൻ ഹാർട്ടിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. നമുക്കൊരു ഹാർട്ടിന് എന്ത് ചെയ്യും? ഹാർട്ടിന്ന് ആർട്ടറീസ് വഴി എന്ത് ചെയ്യും? ബ്ലഡ് പുറത്തേക്ക് വരും. ഹാർട്ടിന്ന് ആർട്ടറി വഴി ബ്ലഡ് പുറത്തേക്ക് വരും അല്ലെ. ഈ ആർട്ടറി പിന്നെ എന്ത് ചെയ്യും? ഈ ആർട്ടറി ബ്രാഞ്ച് ചെയ്ത് എന്തായിട്ട് മാറും? പിന്നെ എന്തായിട്ട് മാറും? കാപ്പിലറീസ് ആയിട്ട് മാറും. ആർട്ടറീസ് ബ്രാഞ്ചസ് ടു ഫോം കാപ്പിലറീസ് നമ്മൾ പഠിച്ചതല്ലേ. അങ്ങനെ ഇത് ഒരു മനുഷ്യന്റെ ഓർഗനിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോ അവിടെ എവിടെയെങ്കിലും എത്തും.
അങ്ങനെ ഓർഗനിലോ അവിടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലും എന്ത് ചെയ്യുന്ന ഈ കാപ്പിലറി എന്ത് ചെയ്യും? ഈ കാപ്പിലറി പിന്നെ എന്ത് ചെയ്യും? ബ്രാഞ്ചസ് ആൻഡ് ജോയിൻസ് ടുഗെദർ ടു ഫോം. ഈ കാപ്പിലറീസ് ഒക്കെ എന്ത് ചെയ്യും? അത് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും? പിന്നെ അത് എന്തുണ്ടായിട്ട് മാറും? വെയിനായിട്ട് മാറും അല്ലേ? എന്തായിട്ട് മാറും? വെയിനായിട്ട് മാറും. നമ്മൾ പഠിച്ചു ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരുന്നത് ആർട്ടറി വഴിയാണെന്നും ഈ ആർട്ടറി ബ്രാഞ്ച് ചെയ്തിട്ട് എന്തായിട്ട് മാറും? കാപ്പിലറീസ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു. പിന്നെ ഈ കാപ്പിലറീസ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? കാപ്പിലറീസ് ജോയിൻ ചെയ്തിട്ട് വെയിനായിട്ട് മാറും. അങ്ങനെ പ്യുവർ ബ്ലഡിനെ, അതായത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോരുകയും ഈ ഹാർട്ടിൽ നിന്ന് എല്ലാ ഓർഗനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഓർഗനിൽ നിന്നും അതിനെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഓക്സിജനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് വെയിനിൽ കൂടെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുകയും ചെയ്യും. ഇങ്ങനെയാണോ നമ്മളെ ശരീരത്തിൽ സാധാരണഗതിയിൽ നോർമലായിട്ട് സർക്കുലേഷൻ നടക്കുന്നത്? അല്ലേ? നോർമലായിട്ടുള്ള സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയാണ് മക്കളെ നടക്കുന്നത് കേട്ടോ. എന്നാൽ പോർട്ടൽ സർക്കുലേഷനിൽ നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക, സർക്കുലേഷൻ ഇങ്ങനെയല്ല നടക്കുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 പോർട്ടൽ സർക്കുലേഷൻസ് ആണ് ഉള്ളത്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള ഒറ്റ പോർട്ടൽ സർക്കുലേഷനേ ഉള്ളൂ. അത് നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ പറഞ്ഞത് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. എന്താണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം? ഈ വേർഡിലെ ഹെപ്പാറ്റിക്, ആ വേർഡ് ഹെപ്പാറ്റിക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹെപ്പാറ്റിക് എന്ന വേർഡ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ ലിവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മളെ എന്താ പറയുക, നമ്മുടെ എപ്പം ബയോളജി ഇനി ഫ്യൂച്ചറിൽ വരുന്ന കാലങ്ങളിൽ നമ്മൾ ഹെപ്പാറ്റിക് എന്ന വേർഡ് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ വേർഡ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായി പഠിക്കാൻ പോകേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യ ശരീരത്തിൽ സെൻട്രലായിട്ട് എന്തുണ്ടാവും? ഹാർട്ട് ഉണ്ടാവും അല്ലേ? ഈ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താ? ഹാർട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിലെ വിവിധ പാർട്ടുകളിലേക്ക് എന്ത് ചെയ്യും? ബ്ലഡ് പമ്പ് ചെയ്യും. ആ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പോകുന്നത് എന്ത് വഴിയാണ്? ആർട്ടറീസ് വഴിയാണ് അല്ലേ? ആർട്ടറീസിനെ ഞാൻ എന്ത് ചെയ്തു? ചുവന്ന കളറിൽ ഞാനിവിടെ ആർട്ടറീസിനെ എന്ത് ചെയ്ത് മാർക്ക് ചെയ്തു. ഈ ആർട്ടറീസ് നമുക്ക് എല്ലാം കൂടി ഈ ആർട്ടറീസിന് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ആർട്ടറീസിന് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും. ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിലേക്കുള്ള അബ്സോർപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ അല്ലേ? മനുഷ്യ ശരീരത്തിലെ ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ്. നമ്മൾ പഠിച്ചു അല്ലേ? ആ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ തന്നെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടെന്നും വില്ലേ ഉണ്ടെന്നും, ദാറ്റ് വില്ലേ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാപ്പിലറീസ് ആണെന്നും നമ്മളൊന്ന് പഠിച്ചു. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലേ എന്നും ആ വില്ലയിൽ കുറെ കാപ്പിലറീസ് ഉണ്ടും ഈ കാപ്പിലറീസ് ആണ് അബ്സോർപ്ഷന് സഹായിക്കുന്നതെന്നും നമ്മൾ പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലേ? ചെറിയ ക്ലാസ്സിലല്ലേ? കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ? ഓർമ്മയുണ്ടോ? അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ആർട്ടറീസ് അല്ലെങ്കിൽ ഈ ആർട്ടറീസ് എന്ത് ചെയ്യും? ഈ ആർട്ടറീസ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എന്ത് ചെയ്യും? ബ്രാഞ്ച് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ബ്രാഞ്ച് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? കാപ്പിലറീസ് അങ്ങ് ആവും. ഈ ബ്രാഞ്ച് ചെയ്തിട്ട് കാപ്പിലറീസ് ആയിട്ട് എന്ത് ചെയ്യും? ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യേണ്ട എന്തുണ്ടാവും?
പ്രോട്ടീനും ഗ്ലൂക്കോസും ഫാറ്റും ഒക്കെ ഉണ്ടാവില്ലേ, ഈ പ്രോട്ടീനും ഗ്ലൂക്കോസിനും ഫാറ്റിനും ഒക്കെ എന്ത് ചെയ്യും, ഈ കാപ്പിലറീസിലേക്ക് എന്ത് ചെയ്യും, അങ്ങ് അബ്സോർബ് ചെയ്യും. ഈ കാപ്പിലറീസിലേക്ക് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അങ്ങനെ ഇതിനെല്ലാം കൂടി അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ഫാറ്റി ആസിഡും പ്രോട്ടീനും ഗ്ലിസറോളും, ഫാറ്റി ആസിഡും പ്രോട്ടീനും ഗ്ലിസറോളും ഗ്ലൂക്കോസും സുക്രോസും ഫ്രക്ടോസും ഒക്കെ എന്ത് ചെയ്യും, ഈ കാപ്പിലറീസിൻ്റെ അകത്തേക്ക് അങ്ങ് കയറും. ഈ കാപ്പിലറീസിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എന്ത് ചെയ്യും എന്ന് പറയാം മക്കളെ, വേറെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൺ ഉണ്ട്, ഭയങ്കര വലിയായിട്ടുള്ള ഭയങ്കര വലുപ്പമുള്ള ഒരു ഓർഗണും ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയുമാണ്. അതേതാണ്? ലിവർ. ഏതാണ്? ലിവർ. അങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എന്താക്കണമെന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഇത് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് കൂടെ ആയിട്ട് എന്തെങ്ങോട്ട് എത്തും, കൂടെ ചേർന്ന് ലിവറിലേക്ക് എത്തും. എവിടേക്ക് എത്തും? ലിവറിലേക്ക് എത്തും. അപ്പൊ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നുണ്ടാവുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള എന്തൊക്കെയാണ്, ഈ ഗ്ലൈക്കോജൻ അല്ല ഗ്ലൂക്കോസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റി ആസിഡ് ഉണ്ട്, അങ്ങനത്തെ ഉള്ളതിനൊക്കെ എന്ത് ചെയ്യും, ലിവറിലേക്ക് ലിവർ അങ്ങ് വലിച്ചെടുക്കും. അങ്ങനെയുള്ള ഇവിടെ ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസിനെയും പ്രോട്ടീനെയും അതായത് അമിനോ ആസിഡിനെയും ഫാറ്റി ആസിഡിനെയും ഗ്ലിസറിനോളിനെയും ഒക്കെ എന്ത് ചെയ്യും, ലിവർ അങ്ങ് വലിച്ചെടുക്കും. ആ ലിവർ അങ്ങനെ വലിച്ചെടുക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ നടക്കുന്നതിന് മുമ്പ് ഈ ഫുഡ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ ആ ടോക്സിക് സബ്സ്റ്റൻസിന്റെ എലിമിനേഷന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ലിവർ ഇത് വലിച്ചെടുക്കുന്നത്. ശ്രദ്ധിച്ച മക്കളെ, ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡൈജഷന്റെ അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രോട്ടീനും ഗ്ലൂക്കോസും അതായത് അമിനോ ആസിഡും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ അല്ലേ, ആ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ എല്ലാം ഉള്ള ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഈ ടോക്സിക് സബ്സ്റ്റൻസിന്റെ റീഅബ്സോർപ്ഷൻ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ലിവറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനത്തിനും എന്ത് ചെയ്യും, ലിവർ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, ബാക്കി വരുന്ന ബാക്കി ഫുഡൊക്കെ വലിച്ചെടുത്തിട്ട് ആ ബ്ലഡ് അങ്ങോട്ടേക്ക് ചെയ്യും, ഹാർട്ടിലേക്ക് തിരിച്ചു പോകും. ഹാർട്ടിലേക്ക് തിരിച്ചു പോകുന്നത് എന്തിന്റെ ഹെൽപ്പോടെയാണ്, വെയിനിന്റെ ഹെൽപ്പോടെയാണ്. വെയിനിന്റെ ഹെൽപ്പോടെയാണ്. അപ്പൊ ഇതിൽ ഏതാണ് പോർട്ടൽ സർക്കുലേഷൻ? കണ്ടോ, ഇതാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ വെള്ള കളറിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, നമ്മുടെ ഹാർട്ട് ഉണ്ടാവും, ഹാർട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും to the different parts of the body. Heart pumps the blood and heart branches to form എന്ത് ചെയ്യും, ആർട്ടറി. ഹാർട്ട് എന്ത് ചെയ്യും, ആർട്ടറികൾ ഉണ്ടാക്കും അല്ലെ. ഈ ആർട്ടറികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് എത്തുന്നത് എന്ത് വഴിയാണ്, ആർട്ടറി വഴിയാണ്. അങ്ങനെ ആർട്ടറി വഴി ബ്ലഡ് എവിടെ എത്തും, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമോ? ആർട്ടറി വഴി ബ്ലഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമോ? അല്ലെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തൂലേ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്താണ് നടക്കുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യിക്കുന്നത്, ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ദഹനവും ആഗിരണവും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അതായത് ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്ത് നടക്കുന്നു, ഇതേ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞിട്ട് വില്ലേ ഉണ്ടെന്നൊക്കെ പഠിച്ചില്ലേ. ഈ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള പ്രോട്ടീനും അതായത് അമിനോ ആസിഡും ഗ്ലിസറോളും ഒക്കെ എന്ത് ചെയ്യും, ഈ കാപ്പിലറീസിലേക്ക് എന്ത് ചെയ്യും, അബ്സോർബ്ഡ് ആവും. ഈ കാപ്പിലറീസിൽ നിന്ന് വേറെ ചെറിയ കാപ്പിലറീസിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യും, ലിവറിലേക്ക് എത്തും. ആ ലിവറിലേക്ക് എത്തുന്ന എന്തിനു വഴിയാണ്, ലിവറിലേക്ക് എത്തുന്നത് ഇതേ കാപ്പിലറി വഴിയാണ്. എന്തിനാണ് എത്തുന്നത്, ടോക്സിക് സബ്സ്റ്റൻസസിന്റെ റിമൂവലിന് വേണ്ടിയിട്ടാണ് എന്ത് പറ്റുന്നത്, ലിവറിലേക്ക് എത്തുന്നത്. ടോക്സിക് സബ്സ്റ്റൻസസിന്റെ റിമൂവലിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുന്നത്, ലിവറിലേക്ക് എത്തുന്നത്. അങ്ങനെ ലിവറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ലിവറിൽ നിന്ന് ചെയ്യും, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലിവറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ലിവറിൽ നിന്ന് ചെയ്യും, ലിവറിൽ നിന്ന് അതെല്ലാം റീഅബ്സോർബ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബ്ലഡ് മാത്രം എങ്ങോട്ടേക്ക് പോകും, ഹാർട്ടിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മക്കളെ പറയുന്നത് പോർട്ടൽ സർക്കുലേഷൻ ഒരു ഓർഗനിൽ നിന്ന് തുടങ്ങി വേറൊരു ഓർഗനിൽ അവസാനിക്കുന്നു. നോക്കുക, ഇവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് തുടങ്ങി ലിവറിൽ വെച്ച് അവസാനിച്ചു.
ഞാൻ പറഞ്ഞോ ക്ലാസ്സിൽ ആദ്യം ഞാൻ പറഞ്ഞില്ല, അതെന്ത് ചെയ്യും, ഒരു ഓർഗനിൽ നിന്ന് തുടങ്ങി വേറൊരു ഓർഗനിൽ വെച്ച് അവസാനിക്കുന്നു പറഞ്ഞോ. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തുടങ്ങി എവിടെ വെച്ച് അവസാനിച്ചു, ലിവറിൽ വെച്ച് അവസാനിച്ചു. മനസ്സിലായോ? രണ്ടാമത് ഞാൻ പറഞ്ഞു അതൊരു കാപ്പിലറി ആയിട്ട് തുടങ്ങി വേറെ കാപ്പിലറി ആയിട്ട് അവസാനിക്കുന്നു പറഞ്ഞു. അതെ അല്ലേ, ഇവിടെ കാപ്പിലറീസ് ആയിട്ട് തുടങ്ങി ഇവിടെ എന്ത് ചെയ്തു, കാപ്പിലറീസ് ആയിട്ട് അവസാനിച്ചോ, കാപ്പിലറീസ് ആയിട്ട് അവസാനിച്ചു. ഇങ്ങനത്തെ സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. പോർട്ടൽ സർക്കുലേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ദാറ്റ് originates from an organ and ends in another organ. Portal circulation is a type of circulation that starts in an organ and ends in another organ. ഒരു ഓർഗനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വേറൊരു ഓർഗനിൽ അവസാനിക്കുന്ന സർക്കുലേഷനെ നമ്മൾ എന്ത് വിളിച്ചു, പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിച്ചു. മനസ്സിലായോ? രണ്ടാമതായിട്ട് പറഞ്ഞാന്നുള്ളത് പോർട്ടൽ സർക്കുലേഷൻ സ്റ്റാർട്ട്സ് as capillaries in another one organ and ends as capillaries in another organ. ഒരു ഓർഗനിൽ കാപ്പിലറീസ് ആയിട്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, മറ്റൊരു ഓർഗനിൽ എന്ത് ചെയ്യും, കാപ്പിലറീസ് ആയിട്ട് അവസാനിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, പോർട്ടൽ സർക്കുലേഷൻ അഥവാ ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊന്നും സംശയമില്ലല്ലോ, എളുപ്പമുള്ള കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. ഇത് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വേറൊരു പാൻക്രിയാസിലേക്കോ അഥവാ വേറൊരു ഓർഗനിലേക്കോ പോവാണ്ട് എന്തുകൊണ്ടാണ് നമ്മളെ ഫുഡ് നേരെ ലിവറിലേക്ക് പോയത് എന്നുള്ളൊരു സംശയം നമ്മുടെ ഇപ്പോൾ ഉണ്ടാവും അല്ലേ. നമുക്കെങ്ങനെ വേണേൽ ആലോചിക്കാമല്ലോ, വേറൊരു സാധനത്തിലേക്ക് പോകാണ്ട്, അതായത് ഇപ്പം നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഫുഡ് അബ്സോർബ് ചെയ്തിട്ട് ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം നേരെ ലിവറിലേക്ക് എന്തിനാണ് പോയത് നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും അല്ലേ. കാരണം എന്താ, വേറെ എത്ര ഓർഗൻ ഉണ്ട് മനുഷ്യ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ വേറെ എത്ര ഓർഗൻ ഉണ്ട്, ആ ഓർഗനിലൊന്നും പോവാണ്ട് ലിവറിലേക്ക് മാത്രം പോകാൻ കാരണം എന്താ, ലിവറിനെയാണ് നമ്മളിന്ന് വിളിച്ചത്, ലിവറിനെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സെന്റർ ഓഫ് മെറ്റബോളിസം എന്നാണ് വിളിച്ചത്. സെന്റർ ഓഫ് മെറ്റബോളിസം, ലിവറിനെ നമ്മളെ മനുഷ്യ ശരീരത്തിലെ സെന്റർ ഓഫ് മെറ്റബോളിസം എന്നാണ് വിളിച്ചത്. അപ്പൊ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. മെറ്റബോളിസം എന്താന്ന് പറഞ്ഞാൽ, മെറ്റബോളിസം ഇസ് ദ പ്രോസസ് ബൈ വിച്ച് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസസ് ആർ ബ്രേക്ക് ഡൗൺ ഇൻടു സിമ്പിൾ ഫുഡ് സബ്സ്റ്റൻസസ്. വലിയ ഭക്ഷണ പദാർത്ഥങ്ങളെ ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളായി മുറിക്കുന്ന അല്ലെങ്കിൽ മുറിച്ചു കളയുന്ന പ്രക്രിയയാണ് നമ്മളെന്ന് വിളിച്ചത് മെറ്റബോളിസം എന്ന് പറഞ്ഞത് അല്ലേ. Metabolism is the process by which complex food substances are break down into simple food substances with the help of specialized activities വഴിയാണ് മെറ്റബോളിസം നടക്കുന്നത്. അപ്പൊ ലിവറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശരീരത്തിലെ ഒരുമാതിരി എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ലിവറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിച്ചു, ലിവറിനെ സെന്റർ ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. എന്ത് വിളിച്ചു, സെന്റർ ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. അതിൽ ലിവറിൽ നടക്കുന്ന കുറച്ച് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞ, ഗ്ലൂക്കോസിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കജനാക്കി മാറ്റുന്നു. ഇത് നമ്മുടെ അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു, നമ്മൾ ഗ്ലൈക്കജനാക്കി മാറ്റുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡക്ഷൻ ഫ്രം ഫാറ്റി ആസിഡ്. നമ്മൾ പഠിച്ചില്ല ഫാറ്റിന്റെ മെറ്റബോളിസം. ഫാറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചോ. ഈ അങ്ങനെ അബ്സോർബ് ചെയ്ത ഫാറ്റി ആസിഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫാറ്റി ആസിഡിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ലിവർ ആണ്. മൂന്നാമതോ പ്രൊഡക്ഷൻ ഓഫ് കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നത് ആരാണ്, ലിവർ തന്നെയാണ്. അതിനെ കൊണ്ടാണ് നമ്മൾ ലിവറിനെ എന്ന് വിളിച്ചത്, സെന്റർ ഓഫ് മെറ്റബോളിസം എന്ന് വിളിച്ചത്. മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഒരുമാതിരി എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസുകൾക്കും സെന്റർ ആയിട്ട് നിൽക്കുന്നത് എവിടെയാണ്, ലിവറാണ്. ലിവറിൽ വെച്ചിട്ട് പ്രധാനമായിട്ടും നടക്കുന്ന 3 മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു, ഗ്ലൈക്കജനാക്കി മാറ്റുന്നു. ഫാറ്റി ആസിഡിൽ നിന്ന് ഉണ്ടാക്കുന്നു, എനർജീനെ ഉണ്ടാക്കുന്നു. പിന്നെ കൊളസ്ട്രോളിൽ നിന്ന്
ഉണ്ടാക്കും. കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ലിവർ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് എവിടെ പഠിക്കാനുള്ളത്. പോർട്ടൽ സർക്കുലേഷൻ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 37 കാണാം, ചെറിയൊരു ഭാഗം കാണാം. അതിലൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ആ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഷോർട്ട് നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ ഫ്ലോ ചാർട്ടും കൂടി നോട്ട് ബുക്കിലേക്ക് എന്ത് ചെയ്യണം? എഴുതിയെടുക്കുകയും ചെയ്യണം. പിന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുമ്പം സെന്റൻസ് കംപ്ലീറ്റ്, ടെക്സ്റ്റ് തുറന്ന് വെച്ചിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് എന്ത് ചെയ്യരുത്? കഷ്ണം ആക്കിയിട്ട് അവിടെ നിന്ന് വിടുന്നു ആക്കിയിട്ട് എഴുതിയെടുക്കരുത്. കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം മക്കളെ ശ്രദ്ധിക്കും, ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ ഉണ്ടാവില്ലേ, ആ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ചോദിക്കാൻ വളരെയധികം ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേതൊക്കെയാണ്? ഹാർട്ട് ബീറ്റ്, പൾസ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഈ ഹാർട്ട് ബീറ്റ് എന്താണെന്നും പൾസ് എന്താണെന്നും ബ്ലഡ് പ്രഷർ എന്താണെന്നും എല്ലാവർക്കും അറിയാനുണ്ടാവും അല്ലേ? എല്ലാവർക്കും അറിയാലോ. എന്നാലും നമ്മൾ ചെറിയൊരു ഡിസ്കഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളത് പഠിക്കാൻ പോകുന്നു കേട്ടോ. അപ്പൊ ഹാർട്ട് ബീറ്റ്, ഈ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹാർട്ട് ബീറ്റ് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഹാർട്ട് ബീറ്റ് occurs as a result of a systole and diastole. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സിസ്റ്റോളിന്റെയും ഡയസ്റ്റോളിന്റെയും റിസൾട്ടന്റ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്? ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സിസ്റ്റോളിന്റെയും ഡയസ്റ്റോളിന്റെയും റിസൾട്ടന്റ് ആയിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്? ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ സിസ്റ്റോൾ അപ്പൊ നമ്മൾ എന്തായാലും വിളിക്കും. അപ്പൊ നമുക്ക് എന്തായാലും പഠിക്കണം? സിസ്റ്റോൾ എന്താണെന്നും പഠിക്കണം, ഡയസ്റ്റോൾ എന്താണെന്നും പഠിക്കണം. എന്ത് ചെയ്യണം? സിസ്റ്റോൾ എന്താണെന്നും പഠിക്കണം, ഡയസ്റ്റോൾ എന്താണെന്നും പഠിക്കണം. അപ്പൊ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട്. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട്. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിസ്റ്റോൾ എന്ന് വിളിച്ചത് അല്ലെ? സിസ്റ്റോൾ ഈസ് അതർവൈസ് കോൾഡ് ആസ് ദ കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട്. കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ഷൻ ഓഫ് ആട്രിയ ആൻഡ് വെൻട്രിക്കിൾ അല്ലേ? ആട്രിയമും വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്യുന്നോണ്ടല്ലേ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നത്. ഈ ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ അല്ലേ നമ്മൾ സിസ്റ്റോൾ എന്ന് വിളിച്ചത്. അപ്പൊ സിസ്റ്റോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിസ്റ്റോൾ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലീഡ്സ് ഇൻ ദ കോൺട്രാക്ഷൻ ഓഫ് ആട്രിയം ആൻഡ് ദ വെൻട്രിക്കിൾ പ്രസന്റ് ഇൻ ദ ഹാർട്ട്. ഹാർട്ടിലുള്ള ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും കോൺട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിസ്റ്റോൾ എന്ന് വിളിച്ചത്. മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഈ സിസ്റ്റോൾ നടക്കുന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്ത് നടക്കും? ബ്ലഡ് പംപ്സ് ഔട്ട് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് എന്തിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ്? സിസ്റ്റോളിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ്. എന്തിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ്? സിസ്റ്റോളിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹാർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് അല്ലെ? നമ്മുടെ ഹാർട്ടിൽ ആട്രിയം ഉണ്ട്, വെൻട്രിക്കിൾ ഉണ്ട്. അപ്പൊ ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങും. എന്തായത്? പ്രഷർ കൂടില്ലേ? പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിസ്റ്റോൾ എന്ന് വിളിച്ചത്. അപ്പൊ സിസ്റ്റോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? The contraction of the atrium and the ventricle that is present in the heart which result in the pumping of the blood out to the heart outside of the heart is called a systole. എന്നോട് പറഞ്ഞേ, contraction of the atrium and the ventricle present in the heart which result in the pumping of the blood out of the heart is called as systole. മനസ്സിലായോ? സിസ്റ്റോളിനെ പറ്റി ആർക്കും ഡൗട്ട് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലാലോ. അപ്പൊ സിസ്റ്റോള് കോൺട്രാക്ഷൻ ആണ്. അപ്പൊ ഡയസ്റ്റോൾ എന്തായിരിക്കും? സിസ്റ്റോൾ കോൺട്രാക്ഷൻ ആണെങ്കിൽ ഡയസ്റ്റോൾ എന്തായിരിക്കും? ഡയസ്റ്റോൾ എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓഫ് ഹാർട്ടാണ്. അല്ലേ? റിലാക്സേഷൻ ഓഫ് ഹാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡയസ്റ്റോൾ എന്ന് വിളിച്ചത്. ഇപ്പൊ റിലാക്സേഷൻ ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിലാക്സേഷൻ ഓഫ് ആട്രിയ ആൻഡ് വെൻട്രിക്കിൾ.
അപ്പോൾ റിലാക്സേഷൻ ഓഫ് ആട്രിയ ആൻഡ് വെൻട്രിക്കിൾ നടന്നാൽ എന്ത് ചെയ്യും? ബ്ലഡ് ഫ്ലോസ് ഇൻടു ദ ഹാർട്ട്. അതായത് ഡയസ്റ്റോൾ എന്ത് ചെയ്യും? ഡയസ്റ്റോൾ എന്ന് പറയുന്നത് എന്താണ്? റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട് ഇസ് കോൾഡ് as ഡയസ്റ്റോൾ. So in the case of the heart, the relaxation occurs as a result of that atria and the ventricle present in the heart also relaxes. As a result of this process, blood flows into the heart. അതായത് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഹാർട്ട് മസിൽസിന്റെ റിലാക്സേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡയസ്റ്റോൾ എന്ന് വിളിച്ചത്. ഡയസ്റ്റോൾ ഹാർട്ട് റിലാക്സസ് ആവാന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹാർട്ടിലുള്ള ആട്രിയവും വെൻട്രിക്കിളും റിലാക്സ് ചെയ്യാന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ ആട്രിയം വെൻട്രിക്കിളും റിലാക്സ് ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ വീനക്കവ വഴി എത്തുന്ന ബ്ലഡ് എന്ത് ചെയ്യും? ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഡയസ്റ്റോൾ കോൺട്രാക്ഷൻ ആണ്, സിസ്റ്റോൾ കോൺട്രാക്ഷൻ ആണ്, ഡയസ്റ്റോൾ എന്താണ്? റിലാക്സേഷൻ ആണ്. സിസ്റ്റോൾ കോൺട്രാക്ഷൻ ആണ്, ഡയസ്റ്റോൾ റിലാക്സേഷൻ ആണ്. സിസ്റ്റോളിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റോളും. ഡയസ്റ്റോളും എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നതാണ് നമ്മൾ വിളിച്ചത് എന്ത് പറഞ്ഞത്? ഡയസ്റ്റോൾ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഈ സിസ്റ്റോളും ഡയസ്റ്റോളും എപ്പോഴും നടക്കും? ഒരു 0.8 സെക്കൻഡുകൾക്കുള്ളിൽ ഈ സിസ്റ്റോളും ഡയസ്റ്റോളും എന്ന് പറയുന്ന പ്രോസസ്സ്, ഈ രണ്ട് പ്രോസസ്സ് ഏകദേശം എന്തായത് 0.8 സെക്കൻഡ്സ്, അതായത് 8 മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് ചെയ്യും? നടക്കും. നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ 8 മില്ലി സെക്കൻഡ്, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് കഴിയും നോക്ക്. അപ്പോൾ 0.8 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സ്പീഡിലാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം 0.8 സെക്കൻഡിൽ ഹാർട്ട് ബീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഹാർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യും? ഒരു മിനിറ്റ് എത്ര ബീറ്റ് ചെയ്യും? അങ്ങനെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? നമ്മൾ 60 സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ 0.8 സെക്കൻഡ്സ് നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. അതായത് ഒരു മിനിറ്റിൽ ഹാർട്ട് ഏകദേശം എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യും? ഏകദേശം 72 തവണ ഹാർട്ട് എന്ത് ചെയ്യും? ബീറ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുന്നത് ഏകദേശം 0.8 സെക്കൻഡ്സിന്റെ ടൈം ഗ്യാപ്പിലാണ് എന്ത് നടക്കുന്നത്? ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുന്നത്. അതിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 60 സെക്കൻഡ്സ് ആണെന്ന്. അപ്പോൾ 0.8 സെക്കൻഡിൽ ഒരു ഹാർട്ട് ബീറ്റ് നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു മിനിറ്റിൽ ഏകദേശം 72 പ്രാവശ്യം എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിൽ പഠിച്ചല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാവുന്നത്? ഹാർട്ട് ബീറ്റ് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ പൾസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രയാണോ അതേ നമ്പറിൽ തന്നെയാണ് നമുക്കെന്ത് ചെയ്യുന്നത്? പൾസ് ഉണ്ടാവുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ എത്രയാണോ, ഹാർട്ട് ബീറ്റ് എത്ര നമ്പർ ആണോ നമുക്ക് ഉണ്ടാവുന്നത്, അതേ നമ്പർ തന്നെയായിരിക്കും നമുക്ക് എന്ത് ഉണ്ടാവുക? പൾസും ഉണ്ടാവുക. അപ്പൊ ഹാർട്ട് ബീറ്റും പൾസും സെയിം ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ പൾസിന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പൾസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഈ സിസ്റ്റോളും ഡയസ്റ്റോളും ഉണ്ടാവില്ലേ? ഈ സിസ്റ്റോളിന്റെ ഡയസ്റ്റോളിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. ഈ ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു? ഈ പ്രഷർ എന്ത് ചെയ്യുന്നു? ആർട്ടറിന്റെ വാളിൽ അടിക്കുന്നു. ഈ പ്രഷർ കാരണം ആർട്ടറിന്റെ വാളിലേക്ക് എത്തുന്നു. ഈ ആർട്ടറിന്റെ പ്രഷർ കാരണം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു? ആർട്ടറിന്റെ വാളിലേക്ക് എത്തുന്നു. അപ്പോൾ ആർട്ടർ എന്ത് ചെയ്യും? ഇങ്ങനെ ഇടിക്കും. ആ ഇടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മളിന്ന് വിളിച്ചത് പൾസായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? സിസ്റ്റോളിന്റെ ഡയസ്റ്റോളിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യും? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്രഷർ ആർട്ടറിന്റെ വാളിൽ എക്സിബിറ്റ് ചെയ്യും. ഈ എങ്ങനെ അടയ്ക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്താക്കി കാണുന്നത്? നമ്മൾ പൾസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ പൾസ് റേറ്റും ഹാർട്ട് റേറ്റും സെയിം ആണെന്ന് മനസ്സിലായോ? 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് എന്ത് പൾസ് റേറ്റും ഹാർട്ട് ബീറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് പ്രഷറിനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? ബ്ലഡ് പ്രഷറിനെ പറ്റിയിട്ടാണ്. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറുമുണ്ട്. സിസ്റ്റോളിക് പ്രഷറുമുണ്ട്, ഡയസ്റ്റോളിക് പ്രഷറുണ്ട്. സിസ്റ്റോളിക് പ്രഷർ എന്താന്ന് പറഞ്ഞാൽ അറിയാലോ, സിസ്റ്റോൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിസ്റ്റോളിക് പ്രഷർ എന്ന് വിളിച്ചത്. സിസ്റ്റോളിക് പ്രഷർ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120യും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണ്?
80 ആണ്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണ്? 120. ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 80 ആണ്. അപ്പം നമുക്കൊരു ഡൗട്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താണ് സിസ്റ്റോളിക് പ്രഷർ ഇത്ര കൂടുതലും ഡയസ്റ്റോളിക് പ്രഷർ ഇത്ര കുറവുണ്ട് അല്ലേ? ഈ സിസ്റ്റോളിക് പ്രഷർ കൂടാൻ കാരണം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിസ്റ്റോളിക് പ്രഷർ കൂടാൻ കാരണം എന്താന്ന്. സിസ്റ്റോളിക് പ്രഷർ കൂടാൻ കാരണം ഹാർട്ട് എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു അല്ലേ? ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, ഹാർട്ട് റിലാക്സ്, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ? ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹാർട്ട് കോൺട്രാക്ഷൻ ചെയ്യുമ്പോൾ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്ലഡ് എന്തായിരിക്കും? ഹൈ പ്രഷറിലായിരിക്കും പുറത്തേക്ക് വരിക. എന്താ ചെയ്യുക? ഹൈ പ്രഷറിലായിരിക്കും പുറത്തേക്ക് വരിക. ആ ഹൈ പ്രഷറിൽ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്കെന്ത് പറയുന്നത്? ഹാർട്ട് ബീറ്റ് 120 ആണ്, സിസ്റ്റോളിക് പ്രഷർ 120 എന്ന് പറയാൻ കാരണം അല്ലേ? ഈ ഡയസ്റ്റോളിക് പ്രഷർ 80 എന്ന് പറയാൻ കാരണം ഡയസ്റ്റോളിന് റിസൾട്ടൻ്റ് ആയിട്ടാണെന്ന് ചെയ്യുക, ബ്ലഡ് ഹാർട്ടിലേക്ക് റീ എൻട്രി ചെയ്യുക. ഇങ്ങനെ ബ്ലഡ് ഹാർട്ടിലേക്ക് റീ എൻട്രി ചെയ്യുന്ന ബ്ലഡിൻ്റെ പ്രഷർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. റീ എൻട്രി ചെയ്യുന്ന ബ്ലഡിൻ്റെ പ്രഷർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അങ്ങനെ റീ എൻട്രി ചെയ്യുന്ന ബ്ലഡിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് വിളിച്ചത്. ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 80 ആണ് ഡയസ്റ്റോളിക് പ്രഷർ. ഇത്രയും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. സിസ്റ്റോളിക് പ്രഷർ എന്താണെന്നും ഡയസ്റ്റോളിക് പ്രഷർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹാർട്ട് ബീറ്റ് എന്താണെന്നും പൾസ് എന്താണെന്നും ബ്ലഡ് പ്രഷർ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. അതിന് മുമ്പ് നമ്മൾ പോർട്ടൽ സർക്കുലേഷൻ എന്താണെന്നും കൂടി മനസ്സിലാക്കി അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് മക്കളെ പഠിക്കാനുള്ളത്. അന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എൻ്റെ നമ്പറിലേക്ക് അയച്ച് ചോദിക്കട്ടോ.